എന്തെങ്കിലും പറയാനാണോ വിനുവേട്ടൻ പറയുന്നത്? എന്നെ ഭാര്യയാക്കിയത് മണ്ടത്തരാൻ തോന്നുന്നുണ്ടോ? എന്നെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ചെയ്തു പോയൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിക്ക്. ഇങ്ങനെ തീരുമാനം എടുത്തതോർത്ത് പിന്നെ ദുഃഖിക്കരുത്. സ്വന്തം ജീവിതം ഹോമിക്കേണ്ടി വന്നു എന്നുള്ള ചിന്തയോടെ എന്നെ സഹിച്ചു ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സമയം വൈകിട്ടില്ല. എന്നെ വേണ്ടെങ്കി പറഞ്ഞോ, ഞാൻ പോയിക്കോളാം. ബന്ധുക്കളാരും ഇല്ലാത്തോണ്ട് എന്റെ പേരും പറഞ്ഞ് ആരും ചോദിക്കാനും പറയാനും വരില്ല. സത്യം. നിന്നോട് അതൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞതല്ലേ. നീ എന്താ വിനുവിനേക്കാളും വലിയ പൊട്ടം കളിക്കാണോ? അതോ ഹരിത അവിടെ വന്ന് പൊട്ടം കളിച്ചാ മതിയെന്ന് പറഞ്ഞു വിട്ടാണോ? മീനാക്ഷി, അവളെ എനിക്കറിയാം. സുചിത്രയുടെ അമ്മ ജഗദാന്റിയുടെ സഹായി. അതെ, ആ പെണ്ണിപ്പോ വിനുവിന്റെ ഭാര്യ. അവരിപ്പോ കുടിയേറിയിരിക്കുന്നതേ നിന്റെ മുറിയില. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ അവളെ ഈ വീട്ടിലേക്ക് കേറ്റരുന്നു. പക്ഷെ അച്ഛനും അമ്മയും വന്ദനയും ജഗനും സുചിത്രയും ഒറ്റക്കെട്ടായി നിന്നു. എന്നെ അവഗണിച്ചിട്ട് അവരെ നിന്റെ മുറിയിൽ അവർ പ്രതിഷ്ഠിച്ചിരിക്കുക. അനിയ, ഈ കയ്യേറ്റം അനുവദിച്ചു കൊടുക്കരുത്. ഇപ്പൊ തന്നെ വിനുവിനെയും മീനാക്ഷിയെയും ചവിട്ടി പുറത്താക്കണം. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നിന്റെ സ്ഥാനം വരാന്തയില. അങ്ങനെയാണോ കാര്യങ്ങള്? എങ്കിലും കാണിച്ചു കൊടുക്കാൻ ഞാൻ. ചെല്ല്, നീ തന്റെ ഇടവുള്ളാണെന്ന് കാണിച്ചു കൊടുക്കടാ. ഓ, ചോദിച്ചത് കേട്ടില്ലേ? ആരാ എന്റെ മുറി കയറാൻ അനുവാദം തന്നതെന്ന്? ഇവിടുത്തെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ അനുവാദം തന്നു. ആരാടി നിന്റെ അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ? എച്ചിൽ പാത്രം കഴുകുന്നവൾക്ക് എന്റെ ആൾക്കാർ എങ്ങനെയാടി ബന്ധുക്കളായത്? പൊട്ടനും പട്ടനും ഒക്കെ അഴുക്കുചാല് കിട്ടിയില്ലേ മണിയറ ഒരുക്കാൻ? ഇറങ്ങണ പുറത്ത്, ഇറങ്ങടി.
എന്റെ മുറി കടന്നു കയറിയിട്ട് എന്നോട് പോകാൻ ആജ്ഞാപിക്കുന്നോടാ പട്ടി. എന്താ എന്താ ഇവിടെ ബഹളം? ഈ നിൽക്കുന്ന എരപ്പേൻ ഈ തെണ്ടി പെണ്ണിനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇതെന്താ സത്രോ അതോ മാധവൻ ലോഡ്ജോ? ആരോട് ചോദിച്ചിട്ടാണ് നീ വീട്ടിൽ കയറിയത്?